ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി ഇറാനെതിരെ വലിയൊരു പടപ്പുറപ്പാട് തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഇറാൻ പലതരത്തിലുള്ള മിസൈലുകൾ അറബ് രാജ്യങ്ങളിലടക്കം വിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇറാന്റെ പ്രസിഡന്റായ മസൂദ് പെസഷ്കിയാൻ മാപ്പ് പറഞ്ഞത്. അറബ് രാജ്യങ്ങളിൽ മിസൈൽ വിക്ഷേപിച്ചതിൽ ഞങ്ങൾ അതിയായ ഖേദം അറിയിക്കുന്നു എന്ന് പറഞ്ഞു തീരുന്നതിന് മുൻപ് റവല്യൂഷണറി ഗാർഡ് വീണ്ടും കുവൈത്തിലേക്കടക്കം മിസൈലുകൾ പായിച്ചിട്ടുണ്ട്. ദുബായ് വിമാനത്താവളത്തിൽ മിസൈൽ പതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇറാന് ശരിക്കും അറബ് രാജ്യങ്ങളുടെ കൂട്ടുകെട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു സപ്പോർട്ട് വേണ്ട എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, അവര് ഈ അമേരിക്കയോടും ഇസ്രയേലിനോടും ഒറ്റയ്ക്കാണ് ഇസ്രയേൽ പൊരുതുന്നത്. അപ്പോൾ അവരുടെ ജീവിക്കാൻ തന്നെ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യം ആണ് ഇറാനിൽ പൊതുവെ നിലവിലുള്ളത്. കാര്യം $1 = 1.14 lakh റിയാൽ ഇറാനിലെ അവസ്ഥ. അതിനെ തുടർന്നിട്ടാണ് ഈ യുവാക്കളും യുവതികളും കഴിഞ്ഞ ഏതാനും മാസങ്ങളല്ല ആഴ്ചകൾക്ക് മുമ്പ് തെരുവിറങ്ങി വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത്. അങ്ങനെയുള്ള ഇറാൻ ഈ യുദ്ധത്തെ വളരെ മുൻകൂട്ടി പ്രതീക്ഷിച്ചിരുന്ന യുദ്ധമാണ്. അവർ യുദ്ധം ചെയ്യുന്നത് തന്ത്രങ്ങൾ കൊണ്ടാണ്. പിന്നെ ഇറാൻ ജനതയെ അങ്ങനെ പെട്ടെന്ന് അവരുടെ ചരിത്രം അറിയാവുന്നവർക്ക് അവരുടെ DNA-യിലുള്ളൊരു സംഗതിയുണ്ട്, പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ പറ്റില്ല. അവർ ഇവിടെ ഇപ്പോൾ ഉപയോഗിക്കുന്ന തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തനുസരിച്ചിട്ടാണ് യുദ്ധം പോയിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്ക ഈ പറഞ്ഞതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ സായുധശേഷികളുടെ ഒരു രാജ്യമായിട്ടും ഇസ്രയേലും കൂടെ വന്നിട്ടും ഇപ്പോഴും അമേരിക്ക കിടന്ന് ഏങ്ങലടിക്കുകയാണ് ഇറാൻ്റെ മുമ്പിൽ. മനസ്സിലായില്ലേ? അട്ടി കൊണ്ടിട്ട് വല്ലാണ്ട് പൊളയുകയാണ് ചെയ്തത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കഴിഞ്ഞ ദിവസം വരെ ഇറാൻ വിട്ടുകൊണ്ടിരുന്നത് അവിടെ ഉണ്ടായിരുന്ന പഴയ മിസൈലുകളായിരുന്നു. ഇപ്പോൾ ഷഹീദ് 136 എന്ന് പറയുന്ന മിസൈലുകളായിരുന്നു. വില കുറഞ്ഞ ചീപ്പായിട്ടുള്ള സാധനമാണ്. അതിങ്ങനെ വാരി വിതറുകയായിരുന്നു. അതുതന്നെ അത്യാവശ്യം നാശനഷ്ടങ്ങൾ ഇസ്രയേലിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ മെനഞ്ഞാന്ന് തൊട്ട് ഇസ്രായേൽ പുതിയ മിസൈലുകൾ അയച്ചു. അത് ഇസ്രയേലിന് പലതും തടുക്കാൻ പറ്റിയിട്ടില്ല. ഇസ്രയേലിലെ തെക്കും വടക്കും നടുക്കും എല്ലാം ഇത് വിട്ടിട്ടുണ്ട് സംഗതി. അപ്പം ഇസ്രയേൽ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഇസ്രയേലിനെ ഭൂപടത്തിൽ നിന്ന് മാറ്റും എന്നുള്ളതാണ് ഇവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ രീതിയിലേക്ക് അതും ഈ പുതിയ മിസൈല്, ഈ അൾട്രാസോണിക് മിസൈലുകളാണ് ഇപ്പോൾ അവർ അയച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാൻ്റെ ഡിഫൻസ് സിസ്റ്റത്തിനെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിലുള്ള സാധനമാണ്. അപ്പോൾ ഇറാനെ ഇനി അവർ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഒരു ദൗത്യത്തിലേക്കാണ് അവർ പോകുന്നത്. ഉന്മൂലനം ചെയ്യുക എന്നുള്ള ആ ഒരു ഫോക്കസിലേക്ക് ഈ സെക്കൻഡ് സ്റ്റേജ് വാർ മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ വാർ മാറ്റുമ്പോൾ അതൊരു മെസ്സേജ് കൊടുത്തിട്ട് തന്നെയാണ്. അതായത് ഞങ്ങൾ ഇസ്രായേലിനെ കംപ്ലീറ്റ് ഇല്ലായ്മ ചെയ്യാനുള്ള ഞങ്ങളുടെ ദൗത്യത്തിലേക്ക് ഏർപ്പെടുന്നു എന്നുള്ള മെസ്സേജ് ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഇറാൻ കൊടുത്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇറാൻ പറഞ്ഞത് മറ്റ് രാജ്യങ്ങളോടൊക്കെ ഒരു മാപ്പ് ചോദിക്കുകയൊക്കെ ചെയ്തു. അതിനു മുമ്പ് തന്നെ അവർ കുവൈറ്റിലെ അമേരിക്കൻ സേനാ താവളങ്ങളും നശിപ്പിച്ചു. മിക്കവാറും ഗൾഫ് മേഖലയിലുള്ള എല്ലാ താവളങ്ങളിലേക്കും ഇറാൻ്റെ ആക്രമണം കടന്നു ചെന്നിട്ടുണ്ട്. പലതും നമ്മൾ പുറം ലോകം അറിയുന്നില്ല. അതാണ് ഇതിനകത്തുള്ളൊരു സംഗതി. എനിക്ക് തോന്നുന്നു ഈ അറബ് രാജ്യങ്ങളെല്ലാം തന്നെ ഞങ്ങളുടെ നാട്ടിലൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളൊരു നെറേറ്റീവ് കൊണ്ടുവരാനും ശ്രമിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറബ് രാജ്യങ്ങൾ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ഇറാനെതിരെ തിരിഞ്ഞിരിക്കട്ടെ, അപ്പൊ അത് ആഭ്യന്തരമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവർക്കും കണക്കിലെടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അവരിപ്പം ക്ഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഈ സൗദി അറേബ്യയിൽ വളരെ ശക്തമായിട്ട് അവരുടെ ആരാംകോ റിഫൈനറിക്ക് നേർക്ക് ഇന്നലെയും അവർ മിസൈൽ വിട്ടിട്ടുണ്ട്. ഈ പെസഷ്കിയാൻ മാപ്പ് പറഞ്ഞതിന് ശേഷം ഇപ്പം എന്തുകൊണ്ടാണ് വളരെ ശക്തമായിട്ട് ഈ മാപ്പ് പറഞ്ഞതിന് ശേഷം വീണ്ടും ഈ ഗൾഫ് രാജ്യങ്ങളെ ഇറാൻ ആക്രമിക്കുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സമ്മർദ്ദം ചെലുത്തിയിട്ട്, ഈ ഗൾഫ് രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തിയിട്ട് അമേരിക്കയെ പിന്മാറ്റാൻ അല്ലെങ്കിൽ ഇസ്രായേലിനെയും പിന്മാറ്റാൻ അവർ തയ്യാറാവണം. അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റേജ് വാർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നുള്ള മെസ്സേജാണ് ഇറാൻ കൊടുത്തിരിക്കുന്നത്. അതെ, ഇപ്പൊ ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ മധ്യസ്ഥ ശ്രമങ്ങൾ ആരംഭിക്കുകയും നിർത്തലാക്കുകയും ചെയ്യും. അതാണ് ഇതിന്റെ ഒരു അൾട്ടിമേറ്റ്ലി ഒരു ഉദ്ദേശിക്കുന്ന സാധനം. അതിന്റെ പ്രഷർ രണ്ടാമത് കൊടുക്കുകയാണ്. അത് ഇതുവരെ ഉണ്ടായിരുന്ന യുദ്ധം പോലെയല്ല ഇനി ഉണ്ടാകാൻ പോകുന്നത്. ഇന്നിപ്പം പിന്നെ ഒരു ആൾക്കാരുടെ വാസസ്ഥലങ്ങളിലേക്ക് ഇത് അയക്കുന്നുണ്ട് സാർ. അപ്പോൾ ഇവിടെ എല്ലാം ഈ തിരിച്ചടിക്കണമെന്നുണ്ടെങ്കിൽ അമേരിക്കൻ സേനയുടെ സഹായമില്ലാതെ മറ്റേ ഈ ഗൾഫ് രാജ്യങ്ങൾക്കും പറ്റില്ല. അതുപോലൊപ്പം തന്നെ ഈ ഒരു പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇറാൻ്റെ പ്രദേശങ്ങളിൽ മുഴുവൻ അമേരിക്കയും ഇസ്രയേലും കൂടെ ബോംബ് വർഷങ്ങൾ നടത്തി ചുട്ടുകരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവരെ സംബന്ധിച്ച്, ഇറാൻ ജനതയെ സംബന്ധിച്ച്, ഇറാൻ ഭരണകൂടത്തെ സംബന്ധിച്ച് ജീവൻ മരണ പ്രശ്നത്തിലേക്ക് വന്നിരിക്കുന്നു.
ഇനി അവരൊന്നും നോക്കാനില്ല. അതുകൊണ്ടാണ് ഈ സൂപ്പർസോണിക് എടുത്തിട്ട് ഇസ്രായേലിനെ തകർക്കുക എന്നുള്ള സെൻറ്റർ പോയിന്റ് മെസ്സേജ് അവർ കൊടുക്കാൻ തയ്യാറാവുന്നത്. അതിന് ഇനിയിപ്പോൾ ഇതിനകത്ത് ഇനി എവരുടെ കയ്യിലുള്ള ആയുധ ശേഖരങ്ങൾ എത്രയാണെന്നോ എവിടെയൊക്കെയാണോ സൂക്ഷിച്ചിരിക്കുന്നതെന്നൊന്നും ആർക്കും പിടിയില്ല. അതുകൊണ്ടാണ് അമേരിക്ക ഈ പറഞ്ഞ പോലെ അടി ഇങ്ങനെ ആദ്യമായിട്ടാണ് അമേരിക്ക നേരിടുന്നത്. അതുകൊണ്ടാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പറയുന്നു, ദേ ഇറാൻ കീഴടങ്ങാൻ പോകുന്നു, ഇറാൻ ദേ എല്ലാം കഴിഞ്ഞു, ഇനി അവർ കീഴടങ്ങിയ നിവൃത്തിയുള്ളൂ, ആയുധം വെച്ച് കീഴടങ്ങൂ, സറണ്ടർ ചെയ്യൂ, നോ ചർച്ച എന്നൊക്കെ ട്രംപ് പറയുകയും അതോടൊപ്പം തന്നെ പീറ്റ് ഹെഗ്സത്ത്, അതായത് അവിടുത്തെ ഡിഫൻസ് സെക്രട്ടറി പറഞ്ഞു, ഞങ്ങൾക്ക് മുമ്പിൽ ഒരു നിയമങ്ങളും അന്താരാഷ്ട്ര നിയമങ്ങളും ബാധകമല്ല, ഞങ്ങൾക്ക് ജയിക്കണം എന്ന് പറഞ്ഞാൽ ജീവൻ മരണ പ്രശ്നമാണ് അല്ലേ? ആ ഒരു അമേരിക്കയ്ക്ക് ഇറാൻ പോലുള്ള രാജ്യത്തിൻ്റെ അടുത്ത് യുദ്ധം ഒരു ജീവൻ മരണ പ്രശ്നമായി മാറുന്നു, ഒരു യുദ്ധതന്ത്രങ്ങളും നിയമങ്ങളും ഞങ്ങൾ ബാധിക്കുന്നില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ പുറത്തുള്ള സമ്മർദ്ദമാണ് നമ്മൾ കാണേണ്ടത്. ഇറാനെ പോലുള്ള ഒരു രാജ്യം അമേരിക്കയെ ഇത്രയും സമ്മർദ്ദത്തിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ ട്രംപ് പബ്ലിക് റിലേഷൻ വർക്കൗട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കാരണം ഞങ്ങളെല്ലാം തീർക്കാൻ പോകുന്നു, ഇനി ഞങ്ങൾ പറയുന്ന രീതിയിലുള്ള ഭരണാധികാരി വരണം അവിടെ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ആഭ്യന്തരമായിട്ടും ലോകത്തിന്റെ മുമ്പിലും ഞങ്ങൾ ഇപ്പോഴും സൂപ്പർ പവർ ആണ് എന്ന് കാണിക്കാനുള്ള സംഗതിയാണ്. അതെ, ഇപ്പൊ ഇറാൻ കഴിഞ്ഞ ദിവസം ഇറാന്റെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, അടുത്ത 6 മാസം നിങ്ങൾ കാണാൻ പോകുന്നത് കനത്ത യുദ്ധമാണ്. അമേരിക്കക്കെതിരെയും ഇസ്രായേലിനെതിരെയും കനത്ത യുദ്ധം പൊട്ടിപ്പുറപ്പെടാനും അത് തുറന്നുവിടാനും തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശമെന്ന് ഇറാനും പറയുന്നുണ്ട്. അപ്പൊ ഇതൊരു കമ്പാരിസൺ നടത്തിയാൽ ഇപ്പൊ ഇറാനും പറയുന്നുണ്ട് ഞങ്ങൾക്ക് അവരെ കീഴ്പ്പെടുത്താനുള്ള ആരോഗ്യമുണ്ടെന്ന്, അമേരിക്കയും പറയുന്നുണ്ട് തിരിച്ച്. അപ്പോൾ ശരിക്കും ഇതിന്റെ വാസ്തവം എന്താണ്? ഇപ്പോൾ ഇറാന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ സാമ്പത്തികമായി തകർന്നിരിക്കുന്ന ഒരു രാജ്യം, പക്ഷെ അവർക്ക് കുറേയധികം മിസൈൽ ശേഖരമുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ കാലപ്പഴക്കം ചെന്ന കുറെ സാധനങ്ങളാവില്ലേ അവരുടെ ആയുധപ്പുരകളിൽ ഉണ്ടാവുക? അതെല്ലാം പ്രയോഗിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു പുതിയ ജനറേഷൻ, ന്യൂ ജനറേഷൻ സാധനങ്ങൾ പതുക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ടു തുടങ്ങി. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇറാൻ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ പരാജയപ്പെടുന്നത് റഷ്യയും ചൈനയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ബാക്കപ്പും ഉണ്ടാകും. മനസ്സിലായി? അത് നമ്മൾ കാണാതെ പോരുന്ന സാധനം. അതെ അതെ അതെ. അപ്പം ഇനി ചിലപ്പം വിടാൻ പോകുന്ന ആയുധങ്ങളുടെ സ്വഭാവം തന്നെ നമ്മളൊരു പക്ഷേ ഇതുവരെ കണ്ടിട്ടില്ലാത്തായിരിക്കും. ഇപ്പൊ ചൈന കൊടുക്കുന്ന, ഇപ്പൊ പാകിസ്ഥാൻ കൊടുത്ത നമ്മളായിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച സാധനം എല്ലാം പൊട്ട സാധനങ്ങളായിരുന്നു കൊടുത്തത്. പക്ഷേ ഇവരുടെ കയ്യിലേക്ക് കൊടുക്കാൻ പോകുന്ന സാധനം ഇതൊരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് വേണമെങ്കിൽ വീഴാവുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇപ്പം വളരെ പൊട്ടൻഷ്യലായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇപ്പോൾ അമേരിക്കയെ മുട്ടുകുത്തിക്കുക എന്നുള്ളത് റഷ്യയുടെയും അതോടൊപ്പം തന്നെ ചൈനയുടെയും താല്പര്യമാണ്. ഇപ്പൊ ഇവിടെ നടക്കുന്ന സംഗതി എന്ന് പറഞ്ഞാൽ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഒരു കോൾഡ് വാറിനേക്കാൾ അപ്പുറത്തുള്ള സൈലന്റ് ആയിട്ടുള്ള ഒരു വലിയ വാർ നടക്കുന്നുണ്ട്, ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ളത്. അപ്പൊ ഇവിടെ ഇറാൻ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പരാജയപ്പെടുന്നത് ചൈനയും കൂടിയാണ്, ഇറാനുമാണ്. മാത്രവുമല്ല ചൈനയ്ക്കുള്ള ഓയിൽ സപ്ലൈ അവർക്ക് ഉറപ്പുവരുത്തണമെന്നുണ്ടെങ്കിൽ ഇറാനെ അവിടെ നിലനിർത്തിയേ പറ്റൂ. മറിച്ച് ഇപ്പൊ വെനിസുലയുടെ കണക്ക് അമേരിക്കയുടെ നിയന്ത്രണത്തിലേക്ക് ഇറാന്റെ പിന്നെ ഓയിൽ നിയന്ത്രണം വന്നു കഴിഞ്ഞാൽ അത് അഫക്റ്റ് ചെയ്യാരായിരിക്കും? ചൈനയും അതോടൊപ്പം റഷ്യയും ഒക്കെ ആയിരിക്കും. പല കാരണങ്ങൾ. റഷ്യക്ക് ഇപ്പോൾ ഓയിൽ വേണ്ടെങ്കിൽ പോലും ഇപ്പൊ ചൈനയുടെ ഏറ്റവും വലിയൊരു സോഴ്സാണ്. അപ്പം ഈ സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ചൈന അവരുടെ ആയുധ കോപ്പുകൾ സംഭരിപ്പിച്ചതും സൂക്ഷിച്ചിട്ടുള്ളത്. ഈ സൂക്ഷിച്ചിരിക്കുന്നതാണ് ഒരു കാരണവശാലും അമേരിക്കയ്ക്ക്, ഉദാഹരണത്തിന് ഇപ്പം ഈ ഖമേനിയെയും അതോടൊപ്പം തന്നെ 40 സേന പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ഒറ്റയടിക്ക് കൊന്നു കളഞ്ഞു അല്ലേ? അത് ചെയ്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ടാണ്. ആന്ത്രോപ്പിക്കിന്റെ ക്ലൗഡ് എന്ന് പറയുന്ന AI മോഡൽ ഉപയോഗിച്ചിട്ടാണ് ഇത് ഇവരുടെ മൂവ്മെന്റ്സ് എല്ലാം നോക്കി അനലൈസ് ചെയ്ത് ആ കറക്റ്റ് സ്ഥലത്ത് കൊണ്ടുവന്ന് അടിച്ചല്ലാതിനെ കൊന്നത്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇത്ര ഉപയോഗിച്ചിട്ട് പോലും പക്ഷേ ഇവരുടെ ആയുധ ശേഖരങ്ങൾ എവിടെയാണ് വെച്ചിരിക്കുന്നത്, എങ്ങനെ വരുന്നു, ഒരു ഐഡിയ ഇപ്പോഴും അമേരിക്ക കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ തന്ത്രങ്ങൾ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഈ തന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ടാണ് അമേരിക്കയെ നേരിടുന്നത്. അമേരിക്ക ശരിക്കും ഇപ്പോൾ പെട്ടിരിക്കുകയാണ് അവസ്ഥ. കാര്യം അവർ വിചാരിച്ചത് കാരണം അവരുടെ ഒരു ആധിപത്യം പോയി കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയ്ക്ക് സ്റ്റാൻഡില്ലല്ലോ. പിന്നെ ആഭ്യന്തരമായിട്ട് പിടിച്ചിരിക്കാൻ പറ്റൂ? ട്രംപിന് ആഭ്യന്തരമായിട്ട് നിൽക്കാൻ പറ്റത്തില്ല, ലോകത്തിന്റെ മുമ്പിൽ പിടിക്കാൻ അവർക്ക് നിവർന്ന് നിൽക്കാൻ പറ്റുന്ന അവസ്ഥ വരും. അപ്പൊ മാത്രമല്ല ലോകരാഷ്ട്രങ്ങളെല്ലാം ഈ പറഞ്ഞ ജിയോ പൊളിറ്റിക്സ് മാറുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് നാറ്റോ ഫലത്തിൽ ഇല്ലാണ്ടായി. ഇപ്പോ ട്രംപ് പറയുകയാണ്, ബ്രിട്ടനെ നീ എന്റെ കൂടെ നിന്നില്ലല്ലോ എന്ന്. മനസ്സിലായില്ലേ? പരിഭവം പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം ശക്തി പോകുമ്പോഴാണല്ലോ വേറൊരാളുടെ സഹായം വേണമെന്ന് തോന്നുന്നത് അല്ലെ? അപ്പം യൂറോപ്പ് ഏകദേശം അമേരിക്കയിൽ നിന്ന് മാറുന്നൊരവസ്ഥ വരുന്നു, മാറി നിൽക്കുന്നു. നാറ്റോ അപ്രസക്തമാകുന്നു.
അതോടൊപ്പം തന്നെ അമേരിക്കയും ഇസ്രയേലും മാത്രം അവശേഷിക്കുന്നു. ഇസ്രയേലിനെ ഇനി വീണ്ടും ഇതുപോലെ തകർത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വീണ്ടും സംഗതി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു യുദ്ധ ഒരു ഗതിയിലേക്ക് ഈ മിഡിൽ ഈസ്റ്റ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് വീണ്ടും ഈ പറഞ്ഞ പോലെ യുദ്ധത്തിനകത്ത് ദർ ഇസ് നത്തിങ് എന്താണ് ഫെയർ ആൻഡ് ഫോൾ എന്താണ് ഇൻ വാർ ആൻഡ് ലവ് എന്ന് പറയും. ദർ ഇസ് നത്തിങ് ഫെയർ ഇൻ വാർ ആൻഡ് ലവ് എന്ന് പറയും. എന്ന് പറഞ്ഞതുപോലെ യുദ്ധത്തിനകത്ത് യാതൊരു വാക്കോ പ്രസക്തിയോ ഒന്നും പ്രശ്നമല്ല. അടിക്കുക എന്ന് വെച്ചാൽ ജയിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജയിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിലായിരിക്കണം ഒരുപക്ഷെ ഇപ്പോൾ വീണ്ടും ഒരവസരം കൂടെ കൊടുക്കുകയാണ് ഗൾഫ് രാജ്യങ്ങൾക്ക്, ഖത്തറിന്. വീണ്ടും അമേരിക്ക വേണമെങ്കിൽ ഒരു ചർച്ചയിലൂടെ മുഖം രക്ഷിച്ച് വേണമെങ്കിൽ രക്ഷപ്പെട്ടുള്ളൂ. അതിനകത്തൂടെ ഒരു പക്ഷേങ്കിൽ ഈ സന്ധി ഉണ്ടാക്കുകയാണെങ്കിൽ ഇറാൻ്റെ താല്പര്യങ്ങൾ അവർക്ക് സംരക്ഷിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു തന്ത്രമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഇറാനിലെ അല്ലെങ്കിൽ മധ്യേഷ്യയിൽ നമ്മൾ കാണുന്നത്. അതെ. അപ്പോൾ ഇറാന്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് അവരുടെ കയ്യിലുള്ള ആണവായുധം തന്നെയാണോ? ആണവായുധം, പിന്നിൽ റഷ്യയുണ്ട്, പിന്നെ ചൈനയുണ്ട്, പിന്നെ അവരുടെ DNA എന്ന് പറയുന്നത് അവരുടെ ചരിത്രം അറിയാൻ പാടില്ലായിട്ടാണ്. അതെ, അവിടെയാണ്. മനസ്സിലായില്ലേ? അത് 4000 വർഷം പഴക്കമുള്ള അവരുടെ ചരിത്രമാണ് സാധനം. അവർ വിട്ടുകൊടുക്കില്ല. അവർ ആ ജനതയുടെ പ്രത്യേകതയാണ്. മറിച്ച് അമേരിക്ക അതല്ല. അമേരിക്ക ഒന്ന് തളർന്നാൽ മതി. വേൾഡ് ട്രേഡ് സെന്റർ പൊട്ടിയതിനു ശേഷം ഇപ്പോഴും അവിടെ അമേരിക്കക്കാരന് ഒരു രജിസ്റ്റേർഡ് കത്ത് വന്നു കഴിഞ്ഞാൽ പൊട്ടിക്കാൻ പേടിയാ. ലെറ്റർ ബോംബാവും വിചാരിച്ചിട്ട്. ഭീരുക്കളാണ് അമേരിക്ക. ലോകത്തിലെ ഏറ്റവും വലിയ ഭീരുക്കളുടെ ഒരു സമൂഹമാണ്. ലോകത്തിലെ ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും വലിയ ഭീരുവായ ഭരണാധികാരിയും ട്രംപാണ്. പക്ഷേ ഇറാന്റെ കേസ് അതല്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇവർക്ക് അമേരിക്കയുടെ കണക്കൂട്ടിലെല്ലാം തെറ്റിപ്പോകുന്ന അവിടെയാണ്. അതുകൊണ്ട് വളരെ അനായാസം ഇറാനെ ഇപ്പം മുട്ടുകുത്തിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇനി 6 മാസം എത്ര നാളത് നീണ്ടുപോകുമെന്ന് നമുക്കത് പറയാനും പറ്റത്തില്ല. കാര്യം പശ്ചാത്തലത്തിൽ ഇറാൻ്റെ തോൽവി ഉണ്ടാകാതിരിക്കുക എന്നുള്ളത്, സംഭവിക്കാതിരിക്കുക എന്നുള്ളത് ചൈനയുടെയും റഷ്യയുടെയും കൂടെ താല്പര്യം കൂടെയാണ്.